ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് നോമ്പ് മുറിയാണ്. അതായത് ക്രിസ്ത്യാനികളുടെ നോമ്പ് മുറി. ഇപ്പം ക്രിസ്ത്യാനികളുടെയും മുസ്ലിംസിന്റെ നോമ്പിന്റെ കാലമാണല്ലോ. മുസ്ലിംസിന്റെ 30 നോമ്പും ക്രിസ്ത്യാനികളുടെ 50 നോമ്പും, ക്രിസ്ത്യാനികളുടെ വലിയ നോമ്പും വന്നിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ പലർക്കും ഈ നോമ്പ് എന്ന് പറയുമ്പോഴും ഉപവാസം എന്ന് പറയുമ്പോഴും പലർക്കും പല അഭിപ്രായമാണ്. ലത്തീൻ സഭയിലൊക്കെ എന്ന് വെച്ചാൽ പച്ചക്കറി കഴിച്ചിട്ടാണ് അവർ നോമ്പെടുക്കുന്നത്. അതായത് നോൺ വെജ് ഒഴിവാക്കി അവർ വെജിറ്റേറിയൻ ആയിരിക്കും ഈ ഒരു 50 ദിവസവും കഴിക്കുന്നത്. സാധാ രീതിയിലുള്ള നോമ്പെടുക്കുക, അതായത് ഫുഡ് കഴിക്കാതുള്ള നോമ്പ്. ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും, അതായത് വൈകുന്നേരം 6 മണിക്ക് ഫുഡ് കഴിക്കും, പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം 6 മണിക്ക് മാത്രമേ ഫുഡ് കഴിക്കുകയുള്ളൂ. ഇതിനിടയ്ക്ക് വെച്ച് വേറെ ഫുഡൊന്നും കഴിക്കില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാം. വെള്ളം ഇടയ്ക്ക് കുടിക്കാം, വയറ് നിറച്ചല്ല. നമുക്ക് ദാഹം തോന്നുമ്പോഴോ അതല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുടിക്കണം തോന്നുമ്പോഴോ നമുക്ക് വെള്ളം കുടിക്കാം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സർക്കിൾ എന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് വൈകിട്ട്, അതായത് ഇന്ന് എത്ര ഡേറ്റ് 3 3-ാം തീയതി വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 4-ാം തീയതി വൈകിട്ട് 6 മണിക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ. അതാണ് ക്രിസ്ത്യാനികളുടെ നോമ്പ് എന്ന് പറയുന്നത്. അതാണ് 50 ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാനിവിടെ നോമ്പെടുത്തിട്ടുണ്ട്. ഇവർ ലത്തീൻ സഭയുടെ നോമ്പാണ് ഇവർ പിടിച്ചേക്കുന്നത്. അതായത് ഡോറയ്ക്കൊന്നും ഫുഡ് കഴിക്കാതെ നോമ്പെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഡോറയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഉപവാസം പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഡോറയും പ്രിൻസിയും അമ്മയും എല്ലാം എന്ത് ചെയ്തെന്ന് വെച്ചാൽ നോൺ വെജ് ഒഴിവാക്കിയിട്ട് ലത്തീൻ സഭയിലുള്ള രീതിയിലുള്ള ഉപവാസം പിടിച്ചു. അതായത് നോൺ വെജ് ഒഴിവാക്കി പച്ചക്കറി മാത്രം കഴിച്ചിട്ടുള്ള ഉപവാസം അവർ പിടിച്ചു. നമ്മൾ സാധാരണ ക്രിസ്ത്യാനിസ് പിടിക്കുന്ന കണക്കുള്ള ഉപവാസം ഞാൻ പിടിച്ചു. അതായത് ഫുഡ് കഴിക്കാതുള്ള നോമ്പ് പിടിച്ചു. അപ്പം ഇന്ന് നോമ്പ് ഇപ്പം ഞങ്ങൾ മുറിക്കാൻ പോവാണ്. ഇപ്പോൾ ഡോറയാണെങ്കിൽ കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചു. ഇനി നമ്മളാണെങ്കിൽ ഈ വിളക്ക് നമ്മളിവിടെ സാധാരണ കത്തിക്കുന്നത് വെച്ചാൽ ശാബത്തിൻ്റെ അന്നും, അതായത് ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന്, ഉയർപ്പ് ഞായറിൻ്റെ അന്നും നമ്മളിത് കത്തിക്കുന്നത്. അപ്പം നമ്മൾ തൂക്കുവിളക്ക് കത്തിക്കുകയാണ്. നമ്മുടെ ക്രിസ്ത്യാനികളുടെ വിളക്കിൻ്റെ കാലിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 7ഉം 9ഉം ആണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ വിളക്ക് കത്തിക്കുന്ന കാലിൻ്റെ ഇത്, അതായത് തിരിയിടുന്ന നാളത്തിൻ്റെത്. പലർക്കും അറിയത്തില്ല. ഇതൊക്കെ ഞാനാണെങ്കിൽ ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയാണ്. എനിക്കിങ്ങനെ പക്ഷേ ഒരു കാര്യം, ഈ വിളക്ക് ഇങ്ങനെ ക്രിസ്ത്യൻസ് ഇങ്ങനെ വീടുകളിൽ കത്തിക്കുന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിവിടെ ഇച്ചായം കത്തിക്കുന്നു. നമ്മള് ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം എന്ന് വെച്ചാൽ യഹൂദ പാരമ്പര്യമാണ് നമ്മുടെ എല്ലാ ക്രിസ്ത്യാനികളുടെയും പാരമ്പര്യം എന്ന് പറയുന്നത്. കൽദായ പാരമ്പര്യം എന്നൊക്കെ പറയുന്ന കണക്ക്. പക്ഷെ പലർക്കും അതറിയില്ല. നമ്മളൊക്കെ ഇപ്പോൾ ഭയങ്കര മോഡേൺ ആയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ അതേ പാരമ്പര്യം, നമ്മുടെ മുൻ തലമുറക്കാർ പിന്തുടർന്ന പാരമ്പര്യം അങ്ങനെ കൊണ്ടുപോകുന്നതിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളത്. അത് തന്നെയാണ് ഞാനിവിടെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതേ. നമ്മുടെ ക്രിസ്ത്യാനികളുടെ എല്ലാം നമ്മൾ ദൈവത്തിന് മുൻപിൽ ഈ വെച്ചേക്കുന്ന അരി, വെള്ളം, അതുപോലെ തന്നെ നമ്മൾ പൈസ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ യഹൂദ പാരമ്പര്യ പ്രകാരം അവരുടെ സിനഗോഗിൽ വെക്കുന്നതാണ്. അപ്പം പുളിപ്പില്ലാത്ത അപ്പം വെക്കാറുണ്ട്, വെള്ളം വെക്കാറുണ്ട്, അതുപോലെ തന്നെ ധനം വെക്കാറുണ്ട്, സ്വർണം വെക്കാറുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. അവിടെ നിന്നാണ് നമുക്കെല്ലാം തരുന്നത്. അപ്പം അവിടത്തേക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഒരിക്കലും ധനം കുറയാൻ ധനമല്ല, അന്നം കുറയാൻ പാടില്ല, അന്നത്തിനൊരു മുട്ട് വരാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റിലാണ് ഈ അരി വെച്ചേക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് വെള്ളം എന്ന് പറയുന്നത്. അത് ദൈവത്തിന് അന്ന് പണ്ടുതൊട്ടേ നമ്മുടെ ബൈബിളിലൊക്കെ കൂടുതലും വെള്ളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പൈസ വെച്ചിരിക്കുന്നത് സ്വർണം വെക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾ പൈസ നമുക്ക് ധനം, അതായത് നമ്മുടെ വീട്ടിൽ ധനത്തിൻ്റെ മുട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പൈസ ദൈവത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ എനിക്ക് എന്തെങ്കിലും ആവശ്യം സാധിച്ചു തരണമെന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പേപ്പറിൽ എഴുതിയിട്ട് ഈ സ്ലീവയുടെ അടിയിൽ ഞാൻ വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ പണ്ടുതൊട്ടേ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഭരണങ്ങാനത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ പണ്ടുതൊട്ടേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പിന്നെ വേറെ സംഭവം, കൊച്ചു സാധനം നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നലെ അമ്മ വന്നപ്പോ ചോദിച്ചു, ഇത് പള്ളിയിലൊക്കെ കാണുന്നില്ല, ഇതെങ്ങനെ ഇവിടെ വന്നെന്ന് ചോദിച്ചു. ഞാൻ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ കളക്ട് ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചുപോയല്ല, നഷ്ടപ്പെട്ടു പോയി. നമ്മൾ വാടക വീടും കാര്യങ്ങളൊക്കെ മാറിയ സമയത്ത് മെനോറയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മളിവിടെ. അതിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ മെനോറ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ സിമെന്റിൽ മെനോറ ഉണ്ടാക്കി നമ്മൾ ദിവസവും വൈകിട്ട് 7 തിരിയുടെ ഞാൻ ആദ്യം വന്ന ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലേ മെനോറ ഉണ്ടായിരുന്നു. പിന്നെ ഹനൂഹ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, ഹനൂഹ ഉണ്ടാക്കാൻ പറ്റിയില്ല. എല്ലാം ശരിയായി വരുവാണെങ്കിൽ അതുമൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്യും. എനിക്കൊരു മെനോറ അല്ലാതെ മേടിക്കണമെന്നുണ്ട്.
മിനറൽ വിളക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ശരിയാവും എല്ലാം ദൈവം സഹായിച്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ വിളക്ക് കത്തിച്ചു. ഇത് ഞങ്ങളിവിടെ കത്തിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ശാബത്തിൻ്റെ അന്നും ഉയർപ്പ് ദിവസത്തിൻ്റെ അന്ന്. ഉയർപ്പ് ദിവസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഞായറാണ്. ശാബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദർക്ക് ശനിയാഴ്ചയാണ് ശാബത്ത് എന്ന് പറയുന്നത്. നല്ല ഇടിവാള് വീടേക്കകത്ത് കറക്റ്റ് കാണാൻ പറ്റുന്നു. നമ്മളിപ്പോൾ മുസ്ലിംസിന് വെള്ളി, യഹൂദർക്ക് ശനി, ഞായർ ക്രിസ്ത്യാനികൾ ഞായർ തിരഞ്ഞെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു ദിവസത്തിൽ നമ്മൾ പവിത്രമായി കണ്ട് ഞായറാഴ്ച നമ്മൾ ക്രിസ്ത്യാനികളുടെയായി. യഹൂദരുടേത് ആഴ്ച അവസാനവും ശാബത്തിൻ്റെ അന്ന് ദൈവത്തിൻ്റെ ദിവസമായിട്ട് അവർ ശാബത്ത് ആചരിക്കുന്നു. അത് അവർ ശനിയാഴ്ച വരെ തിരഞ്ഞെടുത്തു. മുസ്ലിംസിനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദിവസമായിട്ട് മുസ്ലിംസ് വെള്ളിയാഴ്ച ആരാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടേതായി വെള്ളിയാഴ്ച. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ മതക്കാരുടെയും ഓരോ ഇത് വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ എന്താ പറയുന്നത് നോമ്പ് മുറിയാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ടാണ് നോമ്പ് മുറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അമ്മ ഇന്നലെ വന്നപ്പോഴത്തേനും എന്ത് ചെയ്ത് എല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചു. മറ്റേ മാതാവിന്റെ നെയ്യിലെ എണ്ണയും തേനൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമുക്ക് എനിക്ക് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. പിന്നെ ഞാൻ മാത്രമാണ് നോമ്പ് എടുത്തത് കൊണ്ട് നമ്മളങ്ങനെ നോമ്പ് മുറിക്കായിട്ടുള്ള വിഭവങ്ങളൊന്നും നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ഉണ്ടാക്കിയ സാധാരണ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ എന്റെ നോമ്പ് മുറിക്കുന്നത്. കറി രണ്ടും ഞാൻ ഉണ്ടാക്കി. സാധാരണ ഫുഡ് കഴിച്ച് ഞാൻ നോമ്പ് മുറിക്കുന്നത്. കാരണം എല്ലാവരും കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫുഡുകൾ നോമ്പ് മുറിക്കായിട്ടുണ്ടാകും. പക്ഷെ ഇന്നെന്ന് വെച്ചാൽ ഞാൻ മാത്രം ആയതുകൊണ്ട് പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇച്ചാൻ അങ്ങനെ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിക്കത്തില്ല. ഇഷ്ടം പോലെ കഴിക്കും. പിന്നെ അത് മറ്റുള്ളവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കത്തില്ല. ഇപ്പൊ ഞാൻ കഴിക്കുമ്പോ അങ്ങനെ ഈ പിള്ളേർക്ക് കൊടുത്തില്ലേ, പിള്ളേർക്ക് വെക്കണ്ട, എങ്ങനെയാ? ഇച്ചാൻ അങ്ങനെ ഒന്നുമില്ല. കഴിച്ചു വന്നു, തീർത്ത്. എന്റെ മിഠായി പിള്ളേരെടുത്ത് വെച്ച്, ആ വല്യമ്മയുടെ മിഠായി പിന്നെ കഴിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിള്ളേരെടുക്കാൻ പറയാം, അത് വല്യപ്പ കഴിച്ചു. ഇയാളൊരു മീൻ വറുത്ത പോലും തരത്തില്ലല്ലോ. അതെന്താ മീൻ വറുത്ത ഞാൻ തന്നിട്ടില്ലയോ? ഇല്ല. അന്ന് ഞാൻ കഴിച്ചോ പാതി മീൻ വറുത്ത കിട്ടാന്നില്ലയോ? അന്ന് ഇവിടെ അന്ന് അമ്മയും കൂടെ ഉണ്ട് കേട്ടോ. അന്നേരം അമ്മ പറഞ്ഞു, എടാ ഒരു വാലടക്കി സൗണ്ട് ആയിരിക്കും. മഴ ഭയങ്കര മഴ. നമുക്കിവിടെ മഴ പെയ്യുമ്പോ പേടിയാട്ടോ. ഞാനിപ്പോ പറയുമായിരുന്നു. ഞാനാണെങ്കിൽ ഒരു തവണ ചോദിച്ചു, അപ്പത്തിന് ഇച്ചാൻ പറഞ്ഞു വേറെ എന്ത് ചോദിച്ചാലും തരും, മീൻ വറുത്ത തരത്തില്ലെന്ന്. അപ്പൊ അമ്മ നമ്മുടെ മീൻ വറുത്ത, ഇവരുടെ മീൻ വറുത്ത ഇവര് കഴിച്ച് തീർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ വറുത്ത നമ്മൾ വരുന്നു. അപ്പൊ കൊടുക്കണോ? പറ, എന്താ നിനക്ക് മീൻ വറുത്ത നീ കഴിച്ച് തീർത്തായിരുന്നോ? എന്നാലും നമ്മള് കഴിച്ച് തീർത്തോ? നീ അതിനകത്തുനിന്ന് ഒരു പീസ് എനിക്ക് തന്നോ? ഇല്ലല്ല. ഞാൻ എന്തിനു കൊടുക്കണം? ഇല്ല ഇല്ല. ഉച്ചക്കത്തേന് തലേദിവസം രാത്രി വറുത്തത് രാവിലെ ഇച്ചാൻ കാപ്പിക്കത് എടുത്തു. അപ്പൊ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞിട്ട് തന്നില്ല. എന്തിനു കൊടുക്കണം? എന്റേതാ ഞാൻ എടുത്ത് കഴിച്ചത്. രാത്രി ഞാൻ കഴിക്കാത്തോണ്ട് രാവിലെ എടുത്ത് കഴിച്ചത്. ഒരു പ്രശ്നം അവരുടെ കഴിച്ചപ്പോ അവര് നമുക്ക് തന്നില്ല. ഞാൻ എപ്പോഴും തരാതിരുന്നിട്ടുണ്ടോ? എനിക്ക് തരാതിരുന്നിട്ടുണ്ട്. കള്ളത്തരം പറയുന്നോടാ. മുഖത്ത് നോക്കി ഉടായ്പ പറയുന്നുണ്ടോ? ഉടായ്പന്റെ ഉസ്താദ്. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല കേട്ടോ. നമുക്ക് കഴിക്കുന്നതിലേക്ക് ഇതുവരെ ഫുഡ് കഴിച്ചില്ല. സമയം ഇപ്പൊ എത്രയായി? സമയം അയ്യോ സമയം ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. 6:56. 6:56. 7 മണി ആവാറായി. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല. ഇന്നലെ രാത്രി കഴിച്ചതാ. ഇന്നലെ 7 മണിക്ക് അങ്ങനെ കഴിച്ചതെന്ന് തോന്നുന്നു. ഇന്നലെ 7 മണിക്കാണ് കഴിച്ചത്. എന്നാ പറ്റി? അപ്പൊ ഇച്ചാന്റെ കഴിക്കാൻ ചോറ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതില് അടുത്ത് കാണിക്ക്. വേണ്ടേ ഡോറയുടെ മാങ്ങ, ഇതെന്താ മാങ്ങ? മാമ്പഴക്കറി, മാമ്പഴ പുളിശ്ശേരി. തൈര് ഒഴിച്ചില്ല എന്നാലും അതുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വെച്ച സാമ്പാറുണ്ട്. ഡോറയുടെ ഇന്നത്തെ തോരനുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ പോർക്ക് വെച്ചായിരുന്നു. അതായത് ഡോറയുടെ അമ്മയൊക്കെ പോർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോർക്ക് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ശകലം എടുത്ത് നമ്മൾ ക്രിസ്ത്യാനികൾ ലത്തീൻ സഭയാണെങ്കിൽ പറഞ്ഞില്ലേ നോൺ വെജ് അന്നത്തെ ദിവസം ഫുൾ ഒഴിവാക്കും. അപ്പം ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന ഉപവാസം പിടിക്കുന്നത് കൊണ്ട് മാത്രമാണ് നോൺ വെജ് ശകലം എടുത്തത്. കാരണം നമ്മുടെ വൈറ്റമിൻസും ആ കാൽസ്യം അങ്ങനെ നിലനിർത്തണമല്ലോ, അതുകൊണ്ട് അത് ശകലം എടുത്തോളൂ. അപ്പോൾ ഇന്ന് എൻ്റെ നോമ്പ് മുറി ഇതാണ്. ഞാൻ മാത്രമായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇതിൽ നമ്മൾ രണ്ടു മൂന്നൊരു പിടിക്കാണ്ടെങ്കിൽ നമുക്ക് നോമ്പ് മുറിക്ക് ഒരിക്കൽ കുഴപ്പമില്ല. നാളെ മോനും ഫ്രണ്ട്സ് പിടിക്കുന്നെന്ന് പറയുന്നു. നാളെ എൻ്റെ കൂടെ അറിയില്ല. ഫുഡ് കഴിക്കാൻ പറ്റില്ല ഇന്നോട്ട്. എപ്പ കഴിച്ചു ഫുഡ്? ഉച്ചക്ക് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചത്. ഫുഡ് ഇപ്പൊ രാത്രി കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത്. അങ്ങനെ ഞാന് ലീശോ ശലി ലോഹിം
അങ്ങനെ നോമ്പ് മുറിച്ച് ഞാനും. നമ്മൾ ഈ വിശന്നിരുന്നിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അധികം കഴിക്കാൻ പറ്റത്തില്ല. ഒരിച്ചിരി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ചുള്ളതിലും കുറച്ച് സമയത്തിന് ഒരു അപ്പമായാലും കുറച്ച് ചോറായാലും കഴിക്കണം. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും അതെ കേട്ടാ തല ഇറങ്ങുന്ന പോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ അസ്വസ്ഥത ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഇച്ചാന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കഴിച്ചിട്ട് ശരിക്കും പറഞ്ഞ എത്ര മണിക്കൂർ 24 മണിക്കൂർ ആയി. അന്നേരം കഴിക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം എനിക്ക് സിസേറിയൻ കഴിഞ്ഞ് കിടന്നപ്പോൾ അങ്ങനെയായിരുന്നു. 6 മണിക്കൂർ ശേഷമല്ല. അപ്പം ജസ്റ്റ് വെള്ളം മാത്രമേ കഞ്ഞി ക്രിസ്ത്യാനികളുടെ നോമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അത് വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനികളുടെ നോമ്പ് എന്ന് വെച്ചാൽ ഇവർ 24 മണിക്കൂറിനുള്ളിലാണ് ഫുഡ് കഴിക്കുന്നത്. അതായത് ഒരു നേരെ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പം 6 മണിക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നാളെ വൈകിട്ട് 6 മണിക്ക് കഴിക്കും. 24 മണിക്കൂറായി. അപ്പോൾ 24 മണിക്കൂറിനിടയ്ക്ക് ഒരു നേരത്തെ ഫുഡ് അവർ കഴിക്കുന്നത്. ഇതിലേക്ക് വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമുക്ക് ദാഹം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിശപ്പിന് വേണ്ടിയിട്ടല്ല വെള്ളം കുടിക്കുന്നത്. ദാഹം വരുമ്പോഴും തൊണ്ട വരളുമ്പം അങ്ങനെയൊക്കെ നമ്മൾ കുടിക്കുന്നത്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ നോമ്പ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്ഷീണം വരും. ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് വെള്ളം കുടിക്കും. അന്നുള്ളതല്ലാതെ വെള്ളം അങ്ങനെ വയറ് നിറച്ച് കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ഈ ഒരു നോമ്പ് നമുക്ക് പിടിക്കാനായിട്ട്. കാരണം ഒരു നേരത്തെ ഫുഡും കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളിപ്പം 1-2 നേരം ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഒരു നേരത്തെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയും കട്ടിയായിട്ടാണ് ക്രിസ്ത്യാനികളുടെ നോമ്പെന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം പണ്ട് നമ്മളെ ഇവിടേക്ക് വന്ന കുറേ ആൾക്കാർ നമ്മുടെ നോമ്പിനെ തിരിച്ചങ്ങോട്ട് മറിച്ചിട്ടത്. അറിയില്ല എന്താണെന്ന്. എന്തായാലും ഇത് ഞാനിപ്പം ഇത് ഫുഡ് കഴിക്കുന്നല്ലോ, നമ്മുടെ ഈ ചില ആൾക്കാർ ഇത് ഞാൻ ഈ ബെന്തിക്കോസ് സഭയിലുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 ദിവസം ഫുഡ് കഴിക്കില്ല, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം പിടിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ നോമ്പിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള കൽതായ സഭയിൽ നിന്നാണ്. തൃശ്ശൂർ ആ സ്ഥലപ്പേര് പറഞ്ഞത് ശക്തൻ തമ്പുരാൻ പണിത് കൊടുത്തൊരു പള്ളിയുണ്ട് തൃശ്ശൂർ. അവിടെ നിന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഈ നോമ്പിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അപ്പോൾ അവരൊക്കെയെന്ന് വെച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ ഫുഡ് കഴിക്കാതിരുന്ന് നോമ്പ് ഉപവാസം പിടിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെയൊക്കെ പിടിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല, നമ്മുടെ കണ്ടീഷൻ അങ്ങനെയൊന്നും അല്ല. പിന്നെ നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് ഈശോ ആണെങ്കിൽ ജലപാനമില്ലാതെ ഉപവാസിച്ച് നിന്നേന്ന് പറയുന്നുണ്ട്. അതിനുശേഷം വിഷന്നപ്പോഴാണ് ഈശോ ആണെങ്കിൽ മലയിറങ്ങി വരുന്നതും നമ്മുടെ സാത്താനാണെങ്കിൽ പരീക്ഷിക്കുന്നതൊക്കെ ആ സമയത്താണ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തായാലും നമ്മുടെ ഒരു ചെറിയ നോമ്പുമുറി വീഡിയോ ആയിരുന്നു ഇത്. നമ്മുടെ ഒരു ചുറ്റുപാടിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മൾ ചെറുതായിട്ട് മുറിച്ചൊരു നോമ്പുമുറി എന്ന് പറയാൻ പറ്റില്ല. കാരണം നോമ്പ് മുറിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, ആകെയുള്ള ഈ ചോറും കറിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കുറേ അധികം വീഡിയോസ് നമ്മൾ കുറേ കൊണ്ടുവരുന്നതായിരിക്കും. കാര്യം പറഞ്ഞ് കുറെ വീഡിയോ ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതീക്ഷിക്കാത്ത ചില വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.